വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രത്യേക ധനസഹായം ലഭ്യമാക്കാനാകില്ല എന്ന സൂചനയോടെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. 153 കോടി രൂപ അനുവദിച്ചതായും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ബാക്കിയുള്ള തുകയുടെ 50% ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറയുകയും ചെയ്യുന്നുണ്ട്. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടാണ് ഒടുവിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത്. ആ സത്യവാങ്മൂലത്തിൽ ഒരിടത്തും കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം അധികമായി കേരളത്തിന് നൽകും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നില്ല. അതെല്ലാം നിയമപരമായി ചട്ടപ്രകാരം പരിഗണിച്ചു വരുന്നു എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇന്ന് സമർപ്പിച്ച 5 പേജുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് 2219 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അധിക ധനസഹായമായി ആവശ്യപ്പെട്ടത്. അത് ദുരന്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ്. അത് സംബന്ധിച്ച് ചട്ടപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഫിഡവിറ്റിൽ വ്യക്തമാക്കുന്നു. 153.46 കോടി രൂപയുടെ സഹായത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗം ഉന്നതതല യോഗം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ബാക്കിയുള്ള തുകയുടെ 50% ഈ 153 കോടി രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് SDRFന് നൽകിയ തുകയിൽ നിന്ന് അതിൻ്റെ 50% എടുത്ത് ഇതിന് നൽകും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വയനാട് ദുരന്തം ഇല്ലായിരുന്നുവെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുകയാണത്. ആ തുകയിൽ നിന്ന് വയനാടിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും പ്രത്യേക പാക്കേജ് വയനാടിനില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിലൊരു അന്തിമ തീർപ്പിലേക്ക് അവരൊട്ട് പറയുന്നുമില്ല. നിലവിലുള്ള തീരുമാനം എങ്ങനെയാണ്, അതിൽ SDRFൻ്റെ 50% ഇതിന് ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോഴൊരു പ്രശ്നം, കൂടുതൽ ധനസഹായത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിനർത്ഥം ഒരു അധിക ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന സൂചനയാണ് ഈ അഫിഡവിറ്റിലുള്ളത്. ഡിവിഷൻ ബെഞ്ച് ഈ അഫിഡവിറ്റ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിശോധിച്ചതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കും. അപ്പോൾ എന്താണ് ഹൈക്കോടതി പറയുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. കാരണം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് എന്ന തരത്തിൽ പലതവണ കോടതി കമൻറ്റ് പറഞ്ഞതാണ്. മാത്രവുമല്ല ഇതിൽ ഒരു ധനസഹായം സംസ്ഥാനത്തിന് അനിവാര്യമാണ് എന്നും കോടതി വ്യക്തമാക്കിയതാണ്. പക്ഷേ കൂടുതലായ ഒരു ധനസഹായവും ഇല്ല എന്ന തരത്തിലുള്ള അഫിഡവിറ്റിനോട് കോടതി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും വെള്ളിയാഴ്ച വീണ്ടും കേസ് പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി, സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്.